പുതിയൊരു ട്രെൻഡ് ഉണ്ട്. പുതിയ ട്രെൻഡ് എന്താ വെച്ചാൽ കണ്ണൊട്ടൻ്റെ വടിമാതിരി നല്ലതിനും ഉണ്ടാവും ആകാത്തതിനും ഉണ്ടാവും, മജ്ലിസുന്നൂറിനും ഉണ്ടാവും വേലക്കും ഉണ്ടാവും. അങ്ങനെയാണ് പുതിയ പരിപാടി. വെള്ളിയാഴ്ച ജുമഅക്കും വരും, അത് കഴിഞ്ഞേക്ക് സിനിമക്കും പോകും. അങ്ങനെയാണ് പുതിയ പരിപാടി. പഴമക്കാരങ്ങനെയല്ല, നമ്മൾ കുറേയൊക്കെ ഒരു മാറ്റം വരുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ പുതിയൊരു സംഭവം കണ്ടതെന്താ വെച്ചാൽ പഴയ തലമുറ പുതിയ തലമുറയെ ആക്ഷേപിക്കുന്നു. നേരെ ഓപ്പോസിറ്റാണ്. പുതിയ തലമുറ പഴയ തലമുറയെ ആക്ഷേപിക്കലാണ് നേരത്തെ ഉള്ളത്. പുതിയ ആൾക്കാർ പഴയ കാലത്തൊക്കെ മനുഷ്യന്മാർ പാറ്റ കുരുത്തം കെട്ടുമായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. പഴയ തലമുറ പുതിയ തലമുറയെ ആക്ഷേപിക്കുകയാണ്. വയസ്സായ ആൾക്കാർ പറയാണ് ചേക്കന്മാരൊക്കെ കേടുന്നു, ഒക്കെ കുരുത്തം കെട്ടിട്ടുണ്ട് എന്ന്. എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാരൊക്കെ നല്ലവരാന്നാണ്. ഇനിയിപ്പോൾ റമദാൻ മാസം വരുന്നുണ്ടല്ലോ, അങ്ങാടിത്തെ പുത്തനത്താണിത്തെ പള്ളിയിൽ ഒരു ലുഹുർക്ക് പോയിട്ട് ഒന്നാണ് നിസ്കരിക്കാൻ നിന്ന് നോക്കി. ഹൗദുക്ക് എത്ര വെള്ളം അടിച്ചാലും തികയില്ല. വയസ്സന്മാർ നിസ്കരിച്ചിട്ടല്ല, അത് ചെറുക്കന്മാർ കയറിയാണ് നിസ്കരിച്ചിട്ടാണ്. പണ്ടൊക്കെ ഈ പുതിയാപ്പള സൽക്കാരത്തിന് പോകുമ്പോൾ 8 ആൾ പോവുകയാണെങ്കിൽ 4 ആൾ നോലുമ്പുള്ളവും 4 ആൾ നോലുമ്പില്ലാത്തതുണ്ടായിരുന്നത്. ഇന്ന് 8 ആൾ പോവുകയാണെങ്കിൽ 8 ആൾക്കും നോലുമ്പുണ്ട്. ബസ്സിലെ കണ്ടക്ടർമാർ വരെ നോലുമ്പ് ഒരുക്കുന്നുണ്ട്, ഓട്ടോറിക്ഷൻ്റെ ഡ്രൈവർ വരെ നോലുമ്പ് ഒരുക്കുന്നുണ്ട്, കോറിയിൽ പണിയെടുക്കുന്ന ആൾ വരെ നോലുമ്പ് ഒരുക്കുന്നുണ്ട്. ഒക്കെ എല്ലാം ഉഷാറാണ്. ചെറുപ്പക്കാർക്കല്ല കുഴപ്പം, വയസ്സന്മാർക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്താ കുഴപ്പം? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പള്ളിക്ക് വെള്ളിയാഴ്ച ജുമഅക്ക് എന്നാൽ ഒന്നാമത്തെ ഖുതുബ കയ്യിനോടുത്ത് ഇമാം ഒരായത്തോതും. ആ ആയത്തിന് മുമ്പ് ഇങ്ങനെ പറയും, കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ. അപ്പം എല്ലാവരും കൂടിയും പറയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. ഈ ദിക്ർ നമ്മളാരും എഴുതി പഠിച്ചതല്ലല്ലോ, ഈ ദിക്ർ നമ്മൾ കേട്ട് പഠിച്ചതാണ്. എവിടുന്ന്? നമ്മളെ മുൻഗാമികളായ വയസ്സന്മാർ ചെല്ലിന് കേട്ടിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നിങ്ങൾ പള്ളിക്ക് ചെന്ന് നോക്കി, ഒന്നാമത്തെ ഖുതുബ കഴിയുമ്പോൾ കലാമുല്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഇമാമ് പറയല്ലാതെ സാദസ്സെന്ന് ഒരൊറ്റ തന്തി ഒരക്ഷരം ഉണ്ടൂല. പള്ളിയിൽ നിന്ന് ഉറക്ക ദിക്ർ ചെല്ലാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. എന്നാലും ഞാനത് പറഞ്ഞപ്പോൾ ഒരാൾ, പള്ളിയിൽ നിന്ന് ഉറക്ക ദിക്ർ ചെല്ലാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്, തഅലീമിന് പറ്റും. പുതിയ തലമുറയെ പഠിപ്പിക്കാനാണെങ്കിൽ ഏതായാലും പറ്റുമല്ലോ. ഞാൻ അത് എഴുതിയിട്ട് ചെല്ലാതിരിക്കണ്ട, അടുത്ത വെള്ളിയാഴ്ച മുതൽ ചെല്ലിക്കോളി, നാളെ വെള്ളിയാഴ്ചയാണ്. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മളാണ് ചെയ്യണം. അപ്പോഴാണ് പുതിയ തലമുറ അതിനനുസരിച്ചുണ്ടായി വരിക. ഇതിപ്പോൾ നമ്മൾ പിന്നെ വേല ഉണ്ടെങ്കിൽ അതിനും പോവും, മജ്ലിസുന്നൂറുണ്ടെങ്കിൽ അതിനും ഉണ്ടാവും, നല്ലതിനും ഉണ്ടാവും, ആകാത്തതിനും ഉണ്ടാവും. ഇങ്ങനെ നമ്മളെ സമീപനം കണ്ടിട്ടാണല്ലോ ഈ പുതിയ തലമുറ നാളെ വയസ്സന്മാരാകുക. ഓല് നമ്മളെക്കാൾ കേടൊന്നും പോകില്ലേ. അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു സൂക്ഷ്മത പാലിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. പുതിയ കാലഘട്ടത്തെ നമ്മളിങ്ങനെ വീക്ഷിക്കുമ്പോൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ അതൊക്കെ. അതുകൊണ്ട് മാറ്റങ്ങൾ വരണം. പഴയ തലമുറക്ക് നല്ല മാറ്റം വേണം, അപ്പോൾ പുതിയ തലമുറക്കും മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് പ്രായമായ ആളുകൾ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്താണെങ്കിലും, വീട്ടിലൊക്കെ ഉള്ള പഴയ പല പാരമ്പര്യങ്ങളും വല്യമ്മയിൽ നിന്ന് കൈമാറി വന്നതാണ്. മുമ്പൊക്കെ നമ്മളെ നാട്ടിൽ എല്ലാ പെരയിലും റിഫായിൻ ഷെയ്ഖിനൊരു കോഴി ഉണ്ടാവും. എന്നിട്ട് കൊല്ലം തികയുമ്പോൾ ആ കോയിനെ അറുത്തിട്ട് ഒരു മൊല്ലാക്കാനെയും വിളിച്ചിട്ട് റിഫായി മൗലൂദ് കുറച്ചും ഒരു യാസീൻ ഓതി തോരന്നുങ്ങാണ്ട് എല്ലാവരും കൂടിയും പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് തിന്നും. ഇന്നിപ്പോൾ ഒരൊറ്റ പെരയിലും റിഫായിൻ ഷെയ്ഖിന് കോയില്ല, വല്യമ്മയില്ല, അങ്ങനെ ഒന്നുമില്ല. ഞമ്മക്ക് തന്നെ കോയില്ല, പിന്നെ റിഫായിൻ ഷെയ്ഖിന് ഉണ്ടാകുക. ആദ്യം അമ്മക്ക് കോഴി വേണം, എന്നിട്ട് ഒന്ന് റിഫായിൻ ഷെയ്ഖിന് വേണം. ആടുള്ളിടത്താണെങ്കിൽ ഒരു ആട് വേണം, പശുള്ളടത്താണെങ്കിൽ ഒരു പശു അല്ലെങ്കിൽ ഒരു മൂരിക്കുട്ടിയൊക്കെ വേണം. അങ്ങനെയൊക്കെയുള്ള നേർച്ചകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പഴമക്കാരായ ആളുകൾ ചെയ്തിരുന്നത് കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവണം. അപ്പോഴൊക്കെയാണ് വിജയം എന്ന് പറയണത്. അങ്ങനെ വിജയത്തിൻ്റെ എല്ലാ നന്മകളുടെ എല്ലാ നല്ല കാര്യങ്ങളെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി. അപ്പോൾ മുമ്പ് നമ്മളിങ്ങനെ ആൾക്കാരെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കൽ റബീഉൽ അവ്വൽ 12-നാണ്. അത് പറഞ്ഞതാണ്. എന്താ കാരണം? മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ്റെ അസ്ൽ. ബദരീങ്ങളെ എന്ന് പറയും നമ്മൾ. അതിൽ ഒന്നാമത്തെ ആളാരാ? മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങളിൽ ഒന്നാമത്തെ ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത്തെ ആൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അവരൊക്കെയാണ് സുന്നത്തി ജമാഅത്തിൻ്റെ അഖീദകളും
അതിൻ്റെ ഫിലോസഫികളും അതിൻ്റെ താരീഖുകളൊക്കെ ജീവിതത്തിലുണ്ടാവണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എല്ലാവരും ഖിദ്മത്തെടുക്കണം. ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇരിക്കെല്ലാവരും. സമസ്തക്കെല്ലാവരും ഖിദ്മത്തെടുക്കണം. ബഹുമാനപ്പെട്ട SKSF-ൻ്റെ വാർഷിക പരിപാടിയും മജ്‌ലിസുന്നൂറിൻ്റെ വാർഷികവും ഒക്കെയാണ് എല്ലാ കൊല്ലവും നടന്നു വരുന്ന പരിപാടിയാണ്. എല്ലാവരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും SKSF-ൻ്റെ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും എല്ലാം ചെയ്യണം. നമ്മുടെ ദീനീയായ എല്ലാ സംരംഭങ്ങളും വിജയിക്കാൻ വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ പോകുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. സമസ്തയെക്കുറിച്ച് പറയണം, SNEC-യെക്കുറിച്ച് പറയണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുതിയ വിദ്യാഭ്യാസ സംവിധാനമാണ് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന SNEC-യുടെ സനായിയ എന്നീ രണ്ട് പേരുകളിലുള്ള വിദ്യാഭ്യാസ പദ്ധതി. വളരെ നല്ല പദ്ധതിയാണ്, വളരെ നല്ല ഒരുക്കമാണ്, നല്ല ഗ്രന്ഥങ്ങളാണ്, നല്ല അധ്യാപകരാണ്, നല്ല തയ്യാറെടുപ്പുകളാണ്, നല്ല പരിശീലനങ്ങളാണ്, നല്ല ക്യാമ്പസുകളാണ്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, യഥാർത്ഥ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്ന, ഇസ്ലാമിനും സുന്നത്ത് ജമാഅത്തിനും ഒന്നാം സ്ഥാനം നൽകുന്ന പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാവണം. കുട്ടികളൊക്കെ 8ാം ക്ലാസ് മുതലുള്ള 8 സ്ട്രീം നിലവിലുണ്ട്. 8ാം ക്ലാസ് കഴിഞ്ഞവർക്കുണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞവർക്കുണ്ട്, +2 കഴിഞ്ഞവർക്കുണ്ട്, മതവിദ്യാഭ്യാസം മാത്രമായി ഉദ്ദേശിക്കുന്നവർക്കുണ്ട്, ഭൗതിക വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്ന പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒപ്പം മതവിദ്യാഭ്യാസം കൊടുക്കുന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന മെഡിസിനും എൻജിനീയറിങ്ങിനൊക്കെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുണ്ട്. ഇനിയും പുതിയ ഉറുദു മീഡിയത്തിലുള്ളത്, കന്നഡ മീഡിയത്തിലുള്ളത്, ഹാഫിദീങ്ങൾക്ക് മാത്രം പഠിക്കാവുന്നത്, അങ്ങനെ പുതിയ പുതിയ സ്ട്രീമുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് SNEC-യുടെ പ്രചരണത്തിന് എല്ലാവരും ഉണ്ടാവണം. കുട്ടികളൊക്കെ അതിൻ്റെ പരീക്ഷ എഴുതിക്കണം. താല്പര്യപ്പെട്ടുകൊണ്ട് അതിലെല്ലാവരും മുൻകൈയെടുത്ത് കുട്ടികളെ ചേർപ്പിക്കണം. സമസ്തയുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി വിജയിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക പരിപാടി 2026 ഫെബ്രുവരിയിൽ ഇന്ന് ഉസ്താദുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ്. ഫ്ലക്സുകളും ബോർഡുകളും പ്രചരണങ്ങളുമെല്ലാം നടത്തി ആദർശ ആശയ പ്രചരണ രംഗത്ത് എല്ലാവരും കൂടുതൽ സജീവമാകണം. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് വിഭാവനം ചെയ്യാൻ, വിളംബരം ചെയ്യാൻ, എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും കൈ മെയ് മറന്നുകൊണ്ട് മുന്നിട്ടിറങ്ങണം എന്നെല്ലാവരെയും നസീഹത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.